Hello friends, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസൈൻ ഓഫ് RCC സ്ട്രക്ചേഴ്സിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ഡിസൈൻ ഫിലോസഫികളുണ്ടെന്നും പാർട്ട് 2-ൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ അസംഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസും അതിൻ്റെ ഓരോ ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻസും മൊമെൻറ്റം കാൽക്കുലേഷൻ ന്യൂട്രൽ ആക്സിസ് ഡെപ്തിൻ്റെയൊക്കെ ഡെറിവേഷനും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. പാർട്ട് 3 എന്ന് പറയുന്നത് ആ ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണുള്ളതെന്ന് നോക്കാം. RCCയിൽ വരുന്ന രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് വരുന്നത്. ഒരെണ്ണം എന്ന് പറയുന്നത് അനാലിസിസും വേറൊന്ന് ഡിസൈനും. അനാലിസിസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേഴ്സിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഡയമെൻഷൻസ് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും, സൈറ്റിൽ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ട്രക്ചറാണ്, അതിൻ്റെ ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും, അതിൽ നിന്നും അതിന് എത്ര മൊമെൻറ്റ് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ കാൽക്കുലേഷനാണ് അനാലിസിസ് പ്രോബ്ലംസിൽ വരുന്നത്. ഇനി ഡിസൈൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈറ്റ് റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ്. ഒരു പർട്ടിക്കുലർ ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ ഡയമെൻഷൻസ് അതുപോലെ തന്നെ അതിൻ്റെ ഏരിയ ഓഫ് സ്റ്റീലിൻ ടെൻഷൻ കംപ്രഷൻ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിസൈൻ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ അതാണ് രണ്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. അത് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് മോഡ്സ് ഓഫ് ഫെയിലിയർ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ലോഡ് വരുന്ന സമയത്ത് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിന് ഡിഫറെൻ്റ് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫെയിൽ ആവാൻ പറ്റും. ഒന്നെങ്കിൽ ആ കോൺക്രീറ്റ് സ്ട്രക്ചറിലെ സ്റ്റീല് വീക്കാവാം, അതിന് കൊളാപ്സ് സംഭവിക്കാം. അല്ലെങ്കിൽ ആ സ്ട്രക്ചറിലെ കോൺക്രീറ്റ് വീക്കാവാം, അങ്ങനെ കോൺക്രീറ്റ് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്ത് പോരാം. ആ സമയത്ത് സ്റ്റീൽ അവിടെ സസ്റ്റെയിൻ ചെയ്യാം. അതല്ലെങ്കിൽ മൂന്നാമതൊരു കേസ് എന്ന് പറയുന്നത് കോൺക്രീറ്റും സ്റ്റീലും ഒരേ സമയം അതിൻ്റെ മാക്സിമം സ്ട്രെസ് ലെവലിൽ എത്തുകയും രണ്ടും ഒരുമിച്ച് ബ്രേക്ക് ആവുകയും ചെയ്യാം, അല്ലേ? അങ്ങനെ വെച്ചിട്ട് അതായത് ഏത് സ്റ്റീലാണോ കോൺക്രീറ്റ് ആണോ അതിൻ്റെ ഈൽഡ് സ്ട്രെസ്സിലോട്ട് ഫസ്റ്റ് എത്തുന്നത് എന്നതിനനുസരിച്ചിട്ട് നമുക്ക് 3 ടൈപ്പ് മോഡ്സ് ഓഫ് ഫെയിലിയർ ഉണ്ട്, അല്ലെങ്കിൽ 3 മോഡ്സ് ഓഫ് ഫെയിലിയർ ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് അണ്ടർ റെയിൻഫോഴ്സ്ഡ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, അണ്ടർ റെയിൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻഫോഴ്സ്മെൻറ്റ് ഇസ് ലെസ് ദാൻ വാട്ട് റിക്വയർഡ്, അല്ലേ? സോ അത് അവിടെ നമ്മളൊരു ബാലൻസ്ഡ് സെക്ഷൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റെയിൻഫോഴ്സ്മെൻറ്റിനേക്കാളും എന്താണ് എമൗണ്ട് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് കുറവാണ്. സോ അതിൻ്റെ ലോഡ് എന്തെടുക്കാണ്, ലോഡ് എടുക്കുന്ന സമയത്ത് സ്റ്റീലിൻ്റെ ഏരിയ അവിടെ കുറവല്ലേ. സോ ഏരിയ കുറവാകുമ്പോൾ തന്നെ സ്റ്റീൽ അതിൻ്റെ അൾട്ടിമേറ്റ് ഈൽഡ് സ്ട്രെസ്സിലോട്ട് ഫസ്റ്റ് എത്തും. അതുകൊണ്ട് തന്നെ സ്റ്റീൽ അതിൻ്റെ ഫുൾ കപ്പാസിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് ഫെയിലാകും. പക്ഷേ കോൺക്രീറ്റ് റിക്വയർഡ് എമൗണ്ടിനേക്കാളും കൂടുതൽ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് എന്ത് പറ്റുന്നില്ല, കോൺക്രീറ്റ് അതിൻ്റെ കപ്പാസിറ്റിയിലോട്ട് എത്തുന്നില്ല. സോ അവിടെ ഫസ്റ്റ് എത്തുന്നത് സ്റ്റീലിൻ്റെ കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീലിൻ്റെ ടെൻഷൻ, സ്റ്റീലിൻ്റെ ടേംസിലുള്ള മൊമെൻറ്റ് ക്യാരിയിങ് കപ്പാസിറ്റീൻ്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കും. സോ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീലിൻ്റെ സ്ട്രെസ് ആൻഡ് സ്റ്റീലിൻ്റെ ഏരിയാസ് ഓഫ് സ്റ്റീൽ എടുക്കുന്ന ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലെവർ ആം. So this is the equation for the analysis of under reinforced structure. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സഫിഷ്യൻ്റ് എമൗണ്ട് ഓഫ് സ്റ്റീലും ഉണ്ട് കോൺക്രീറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റീലിൻ്റെ സ്ട്രെസ് ലെവൽ കൂടുന്നതിന് സൈമൾട്ടേനിയസ് ആയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, കോൺക്രീറ്റിലെ സ്ട്രെസ് ലെവലും കൂടുന്നത്. സോ അതിൻ്റെ അൾട്ടിമേറ്റ് ഈൽഡ് സ്ട്രെസ്സിലെത്തുന്നത് സൈമൾട്ടേനിയസ് ആയതുകൊണ്ട് തന്നെ രണ്ടും കൂടിയും ഒരുമിച്ചാണ് ബ്രേക്ക് ആവുന്നത്. അതായത് ഒരു സഡൻ കൊളാപ്സ് ആയിട്ടാണ് വരുന്നത് ബാലൻസ്ഡ് സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് രണ്ടും ഉപയോഗിക്കാം. അതായത് ഇൻ ടേംസ് ഓഫ് സ്റ്റീൽ ഉപയോഗിക്കാൻ പറ്റും, ഇൻ ടേംസ് ഓഫ് കോൺക്രീറ്റ് ഉപയോഗിക്കാൻ പറ്റും, അല്ലേ? ആ രണ്ട്, അതായത് ഇൻ ടേംസ് ഓഫ് കംപ്രഷൻ്റെ ബെൻഡിങ് മൊമെൻറ്റും ഇൻ ടേംസ് ഓഫ് ടെൻഷൻ്റെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഓവർ റെയിൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഏരിയ ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് ഇസ് മോർ ദാൻ വാട്ട് ഇസ് റിക്വയർഡ്. അപ്പോൾ എന്ത് സംഭവിക്കും, സ്റ്റീൽ ഒരിക്കലും അതിൻ്റെ ഈൽഡ് സ്ട്രെസ്സിലോട്ട് എത്തുന്നില്ല, ബട്ട് ആദ്യം എത്തും, കോൺക്രീറ്റ് എത്തും. സോ കോൺക്രീറ്റിൻ്റെ കപ്പാസിറ്റി തീരുമ്പോഴത്തേക്കിനും കോൺക്രീറ്റ് ബ്രേക്ക് ആവും. അപ്പോൾ കോൺക്രീറ്റിനാണ് അവിടെ ഫസ്റ്റ് ഫെയിലിയർ സംഭവിക്കുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും സ്റ്റീലിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റ് അവിടെ നിൽക്കുന്നുണ്ടാവും, കോൺക്രീറ്റ് എല്ലാം അടർന്നു പോന്നിട്ടുണ്ടാവും. ഈ ഓവർ റെയിൻഫോഴ്സ്ഡ്
സ്ട്രക്ചർ ആകുമ്പോഴത്തേക്കിനും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആണോ ബാലൻസ്ഡ് ആണോ ഓവർ റെയിൻഫോഴ്സ്ഡ് ആണോ എന്നത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ന്യൂട്രൽ ആക്സിസ് ഡെപ്തും മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്തും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഫോർ ആൻ അണ്ടർ റെയിൻഫോഴ്സ്ഡ് സ്ട്രക്ചർ എന്ത് സംഭവിക്കും? എക്സ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഇസ് ലെസ് ദാൻ മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഇസ് ഈക്വൽ ടു മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ഓവർ റെയിൻഫോഴ്സ്ഡ് സ്ട്രക്ചർ ആകുമ്പോഴത്തേക്കിനും ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ബിക്കം ഗ്രേറ്റർ ദാൻ മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, സോ എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആവുന്നതാണ് സേഫ്. അതായത് സ്റ്റീൽ ഫസ്റ്റ് അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ്സിലോട്ട് എത്തുമ്പോഴത്തേക്കിനും സ്റ്റീൽ ഒരിക്കലും എന്താവുന്നില്ല, സഡൻ ഫെയിലർ ഉണ്ടാവുന്നില്ല. അത് ബെൻഡായി ലാസ്റ്റാണത് എന്ത് ചെയ്യുന്നുള്ളൂ, ഫെയിൽ ആവുന്നുള്ളൂ. സോ അങ്ങനത്തെ കേസിൽ നമുക്ക് അതൊരു എന്താണ് ഒരു അലാമിങ് ടൈം കിട്ടുന്നുണ്ട്. അതായത് ആ സ്ട്രക്ചർ ഫെയിൽ ആവാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒരു എന്താണ് സൂചന നമുക്ക് അവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഓവർ റെയിൻഫോഴ്സ്ഡ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുന്നത്? അത് കോൺക്രീറ്റാണ് പെട്ടെന്ന് ഫെയിൽ ആവുന്നത്. കോൺക്രീറ്റ് ഒന്നായിട്ട് എന്താണ് ബ്രിട്ടിൽനെസ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് സഡൻ കൊളാപ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിലൊരു ഇൻ്റർവെൽ അല്ലെങ്കിൽ നമുക്കൊരു പീരിയഡ് അതിൽ മനസ്സിലാക്കാൻ കഴിയില്ല. പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയില്ല, അതിൻ്റെ ഫെയിലിയർ ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഒരു അനാലിസിസ് പ്രോബ്ലത്തിലേക്ക് പോവാം. സോ ഈ അനാലിസിസ് പ്രോബ്ലം നോക്കൂ. ഡിറ്റർമൈൻ ദി ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പാർട്ട് 2-ൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസിൻ്റെ ഇക്വേഷനും കാര്യങ്ങളെല്ലാം ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ടെൻഷൻ ഫോഴ്സും കംപ്രഷൻ ഫോഴ്സും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യനിൽ FCK 20 ആണെന്നും FY 415 ആണെന്നും തന്നിട്ടുണ്ട്. സോ എപ്പോൾ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഗിവൺ ഡാറ്റ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇതിൽ ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് ഈ ബീമിൻ്റെ വിഡ്ത്ത് 200 ആണെന്നും ഇഫക്റ്റീവ് ഡെപ്ത് 450 ആണെന്നും ഓവറോൾ ഡെപ്ത് 450 ആണെന്നും കവർ 50 ആണെന്നും തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് 400. ദെൻ ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 3 numbers ഓഫ് 20 mm ബാർ ആണ്. 20 mm ഡയമീറ്റർ ഉള്ള 3 ബാർ ആണെന്ന് അറിയാം. ദെൻ ന്യൂട്രൽ ആക്സിസ് ഡെപ്തിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത് എന്താണ്? 0.87 FY/AST by 0.36 FCKB. ഇതിൽ FY എന്ന് പറയുന്നത് 415 ആണ്, AST എന്ന് പറയുന്നത് 3 numbers of 20 mm ബാർ, FCK is 20, B is the width 200. എല്ലാ വാല്യൂസും നമുക്കറിയാം. സോ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത് 236 mm എന്ന് കിട്ടും. അത് ഈ ഒരു പർട്ടിക്കുലർ ബീമിൻ്റെ കേസാണ്. ഇനി ഈ ബീമിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് 236 ആണ്. ഇനി ഇത് ഓൾറെഡി ഡിസൈൻഡ് ആണ്. ഈ ബീമിൻ്റെ ഡയമെൻഷൻസും ഏരിയ ഓഫ് സ്റ്റീൽ ഓൾറെഡി ഡിസൈൻഡ് ആണ്. ഇനി ഇത് അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആണോ ബാലൻസ്ഡ് ആണോ ഓവർ റെയിൻഫോഴ്സ്ഡ് ആണോ എന്നറിയണമെങ്കിൽ ഈ ബീമിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്തും ഈ ബീമിനുണ്ടാവുന്ന മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്തും തമ്മിൽ കമ്പയർ ചെയ്യണം. സോ മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത് ഏതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും? FY വാല്യൂവുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ FYനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് പറഞ്ഞു. സോ FY 415 ആണെങ്കിൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് മാക്സിമം ഇസ് ഈക്വൽ ടു 0.48 D ആണ്, വെർ D ഈസ് ദി ഇഫക്റ്റീവ് ഡെപ്ത്. സോ 0.48 ഇൻറ്റു 400 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 192 എന്ന് വരും. അതായത് ഈ X എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ X മാക്സിമം ആണ്. സോ ദ സെക്ഷൻ ഇസ് ഓവർ റെയിൻഫോഴ്സ്ഡ്. ഇത്രയും ആകുമ്പോഴത്തേക്കും ഈ പ്രോബ്ലം ഫിനിഷ് ആവും. ഓക്കെ, സോ അത് നമ്മൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിച്ചു, മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിച്ചു, അത് തമ്മിൽ കമ്പയർ ചെയ്തു. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളുടെ ബീമിൻ്റെ X എന്ന് പറയുന്നത് X മാക്സിമത്തിനേക്കാൾ കൂടുതലാണ്. സോ ഇറ്റ് ഈസ് ഓവർ റെയിൻഫോഴ്സ്ഡ്. ഇനി വേറൊരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കിനും ഡിറ്റർമൈൻ ദി മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്
for the section given below. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. നേരത്തെ നമ്മൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആയിരുന്നു പറഞ്ഞത്, ഇവിടെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് ടെൻഷൻ എടുക്കാം, ഇൻ ടേംസ് ഓഫ് കംപ്രഷൻ എടുക്കാം, അല്ലേ? സോ അത് നമ്മൾ ഏത് രീതിയിലാണ് എടുക്കേണ്ടത് എന്നുള്ളത് അതിൻ്റെ ഏത് മോഡ് ഓഫ് ഫെയിലിയർ ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ആദ്യം നമുക്ക് അതിൻ്റെ മോഡ് ഓഫ് ഫെയിലിയർ ഏതാണ് എന്നറിയണം. മോഡ് ഓഫ് ഫെയിലിയർ ഏതാണ് എന്നറിയണമെങ്കിൽ എന്താ അറിയണം? മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്തും ഈ ബീമിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്തും തമ്മിൽ കമ്പയർ ചെയ്യുക. അതിനനുസരിച്ച് ഏത് മോഡ് ഓഫ് ഫെയിലിയർ ആണെന്ന് നോക്കാം. മോഡ് ഓഫ് ഫെയിലിയർ അനുസരിച്ച് നമുക്ക് അതിന് ടെൻഷനാണോ കംപ്രഷനാണോ എടുക്കേണ്ടത് മനസ്സിലാവും. ഇൻ ടേംസ് ഓഫ് ടെൻഷനാണോ കംപ്രഷനാണോ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ദെൻ അതിൻ്റെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ഇക്വേഷൻ ഡിസൈഡ് ചെയ്തതിന് ശേഷം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ആർ ദ ഗിവൺ ഡാറ്റാസ്? ഇതിൻ്റെ വിഡ്ത്ത് 250 ആണ്, ഇതിൻ്റെ ഇഫക്റ്റീവ് ഡെപ്ത് 310 ആണ്, ഓവറോൾ ഡെപ്ത് എന്ന് പറയുമ്പോൾ 310 + 40. ദെൻ ഏരിയ ഓഫ് സ്റ്റീൽ 3 നമ്പേഴ്സ് ഓഫ് 12 mm ബാർ ആണ് എന്നതുവരെ തന്നിട്ടുള്ള ഡാറ്റയാണ്. ഇതിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കാൽക്കുലേഷൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.87 FYAST by 0.36 FCKB എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് എങ്ങനെ വരും? ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് 68 mm എന്ന് വരും. അതെന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ്. ഇനി 415 ഗ്രേഡ് സ്റ്റീലിൻ്റെ മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത് 0.48 D ആണ്. സോ 0.48 D എന്ന് പറയുന്നത് അറിയാലോ, ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിന് 148.8 mm എന്ന് പറയും. സോ ദിസ് ഈസ് ലെസ് ദാൻ എക്സ് മാക്സിമം. എക്സ് മാക്സിമത്തിനേക്കാളിലും കുറവാണ് എക്സ്. അങ്ങനെയാകുമ്പോഴത്തേക്കിനും സെക്ഷൻ ഇസ് അണ്ടർ റെയിൻഫോഴ്സ്ഡ്. ഇനി അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുക അണ്ടർ റെയിൻഫോഴ്സ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഏരിയ ഓഫ് സ്റ്റീൽ ഇസ് ലെസ്. സോ ഏരിയ ലെസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രെസ്സാണ് ഫസ്റ്റ് അറ്റൈൻ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് അൾട്ടിമേറ്റ് സ്ട്രെസ് അറ്റൈൻ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോഴത്തേക്കിനും നമ്മൾ മൊമെൻറ്റ് ഇൻ ടേംസ് ഓഫ് സ്റ്റീലാണ് എടുക്കേണ്ടത്. മൊമെൻറ്റ് ഇൻ ടേംസ് ഓഫ് സ്റ്റീലിൻ്റെ ഇക്വേഷൻ എന്താണ്? M = 0.87 FYAST × D - 0.42x അല്ലേ? സോ 0.42 എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ ഈ എക്സ്പ്രഷൻ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിന് ഓൾറെഡി നമുക്കൊരു വാല്യൂ ഉണ്ട്. ഇനി അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരും. അതായത് 0.87 FY 415 ഏരിയ ഓഫ് സ്റ്റീൽ 3 × π/4 D² D - 0.42 × this much. ഓക്കെ, വേർ ഡി എന്ന് പറയുന്നത് ഡി നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? 310 മാർക്ക് ചെയ്യണേ. അതിവിടെ മാർക്ക് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഡെപ്ത് ആണ്, അതായത് 310. ഇതെല്ലാം കൂടെ നമ്മളത് ഇൻപുട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 34.4 kN/m എന്ന് വരും അതിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത് ന്യൂട്ടൺ മില്ലിമീറ്ററിലായിരിക്കും. കാരണം ഇവിടെ നമ്മൾ FY ആണെങ്കിലും FCK ആണെങ്കിലും ന്യൂട്ടൺ മില്ലിമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇഫക്റ്റീവ് ഡെപ്ത് ആണെങ്കിലും വിഡ്ത്ത് ആണെങ്കിലും എല്ലാം നമ്മൾ മില്ലിമീറ്ററിലാണ്. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ന്യൂട്ടൺ മില്ലിമീറ്ററിലായിരിക്കും. അതിനെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? kN/m കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇനി ഇപ്പോൾ നമ്മൾ 2 പ്രോബ്ലം അനാലിസിസ് ആണ് ചെയ്തത് അല്ലെ? ഡയമെൻഷൻസ് ഓൾറെഡി അറിയാവുന്ന കേസാണ്. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഡിസൈൻ പ്രോബ്ലം ആണ്. ഡിസൈൻ ആകുമ്പോഴത്തേക്കിന് എന്താ? എ റെക്ടാങ്കുലർ ബീം ടു റെസിസ്റ്റ് എ ബെൻഡിങ് മൊമെൻറ്റ് ഈക്വൽ ടു 75 kN/m യൂസിങ് M25 മിക്സ് ആൻഡ് FE 415 ഗ്രേഡ് സ്റ്റീൽ. ഇതിൽ നമുക്ക് അതിൽ വരാവുന്ന ബെൻഡിങ് മൊമെൻറ്റ് 75 ആണെന്നും M25 മിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും സ്റ്റീൽ 415 ഗ്രേഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഈ ബീമിൻ്റെ വിഡ്ത്ത്, ഡെപ്ത്ത്, ഏരിയ ഓഫ് സ്റ്റീൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റാസ്? മൊമെൻ്റ് അറിയാം, FCK അറിയാം, FY അറിയാം. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരെണ്ണം വിഡ്ത്ത് ഓഫ് ദ സെക്ഷൻ, ദെൻ ഡെപ്ത് ഓഫ് ദ സെക്ഷൻ ആൻഡ് ദെൻ ഏരിയ ഓഫ് സ്റ്റീൽ. ഈ 3 കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി എല്ലാ ഡിസൈൻ പ്രോബ്ലംസിനും കുറച്ച് അസംഷൻസ് ഉണ്ട്.
അതെന്ന് പറയുന്നത് ഡെപ്ത് ബൈ വിഡ്ത്ത്, അതായത് D/B റേഷ്യോ ഡിസൈൻ പ്രോബ്ലംസിന് നമ്മൾ 1.5 എന്ന് അസ്യൂം ചെയ്യും. അതൊരു ബേസിക് അസംപ്ഷൻ ആണ്. അതുപോലെ തന്നെ എപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും ബാലൻസ്ഡ് ആയിട്ടാണ് ഒരു സെക്ഷൻ ഡിസൈൻ ചെയ്യുക. ഓക്കെ, ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ബാലൻസ്ഡ് എന്ന് പറഞ്ഞ് ഡിസൈൻ ചെയ്യും. അനാലിസിസ് എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഡിസൈൻഡ് ആണ്. അപ്പോൾ അത് നമ്മളത് ഏത് രീതിയിലാണ് ഡിസൈൻ ചെയ്തത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഒരു ഡിസൈൻ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കിന് എന്ത് ചെയ്താൽ മതി, ആദ്യമേ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്യാം. അതായത് എക്സ് ബിക്കം ഈക്വൽ ടു എക്സ് മാക്സിമം, അല്ലെ, മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എക്സിനോട് ഈക്വൽ ആയിരിക്കും. മൊമെന്റ് നമുക്ക് either in terms of compression or in terms of tension എടുക്കാൻ പറ്റും. ദെൻ ഇവിടെ തന്നിരിക്കുന്ന 75 കിലോ ന്യൂട്ടൺ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ് ആക്കി കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ് ആക്കണമെങ്കിൽ നമ്മൾ 1.5 ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 112.5 കിലോ ന്യൂട്ടൺ എന്ന് വരും. ദെൻ ഇതിന് നമ്മൾ ഇൻ ടേംസ് ഓഫ് ഏരിയ ഓഫ് സ്റ്റീലിനെ വെച്ച് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് 0.87 FY AST ഇൻറ്റു D മൈനസ് 0.42 XU ഈക്വൽ ടു ദിസ് മച്ച് മൊമെന്റ് എന്ന് വരും. ഇതിന് നമ്മൾ 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂട്ടൺ മില്ലിമീറ്ററിലോട്ട് കിട്ടും. ഇനി ഇവിടെ നമുക്ക് 0.42 എക്സ് ബിക്കം ഈക്വൽ ടു എക്സ് മാക്സിമം. എക്സ് മാക്സിമം ഫോർ എ സ്റ്റീൽ ഓഫ് ഗ്രേഡ് 415 എന്ന് പറയുന്നത് 0.48 D ആണ്. സോ എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ എക്സ് മാക്സിമം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ സെക്ഷൻ്റെ ഡെപ്ത് ആണ് ഇവിടെ അറിയില്ല, ദെൻ ഏരിയ ഓഫ് സ്റ്റീൽ അറിയില്ല. സോ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ അൺനോൺ ആണ്. അതായത് ഏരിയ ഓഫ് സ്റ്റീൽ ഇസ് അൺനോൺ ആൻഡ് ഡെപ്ത് ഇസ് അൺനോൺ. ഇനി മൊമെന്റിന് വേറൊരു എക്സ്പ്രഷൻ ഉണ്ട്, അതായത് ഏതാണ്, ഇൻ ടേംസ് ഓഫ് കോൺക്രീറ്റ് കംപ്രഷൻ 0.36 FCK B XU ഇൻറ്റു D മൈനസ് 0.42 XU, അല്ലേ. സോ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിന് FCK സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, B അറിയില്ല, D അറിയില്ല, ഇങ്ങനെ എഴുതി. ഇനി ഈ സെക്കൻഡ് ഇക്വേഷനിൽ B ആൻഡ് D രണ്ട് വേരിയബിൾ ആണുള്ളത്. സോ അക്കോർഡിംഗ് ടു അവർ അസംപ്ഷൻ D/B is equal to 1.5, അല്ലേ. D/B is equal to 1.5. അപ്പോൾ ഇവിടെ നമ്മൾ D is equal to 1.5 B എന്ന് എഴുതാലോ. ഈ D is equal to 1.5 B എന്നതിൽ നിന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 7.7625 B cube is equal to 112.5 10⁶ എന്ന് വരും. ഇതിൽ നമ്മൾ ഡീനെ റീപ്ലേസ് ചെയ്തു 1.5 B എന്ന്. സോ ഫൈനൽ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് B ക്യൂബ് എന്ന് വരും. ഈ ഇക്വേഷനിൽ നിന്നും നമ്മൾ B ക്യൂബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, ദെൻ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ഫൈനലി B is equal to 43.80 എന്ന് വരും. സോ B is actually the width of the beam, അല്ലേ. സോ width of the beam 243.8. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് റൗണ്ട് ചെയ്യാം, 245 എന്ന് വേണമെങ്കിൽ റൗണ്ട് ചെയ്യാം. ഓക്കെ, സോ B അതാണെങ്കിൽ D എന്താണ്, 1.5 B അല്ലേ. ദിസ് ഇസ് 1.5 B is D. സോ D become 365.7. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് 365. ദെൻ ഒരു കവർ 35 കൊടുക്കുമ്പോഴത്തേക്കിനും ഓവറോൾ ഡെപ്ത് എന്ത് എഴുതാം, 400 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഓൾ ദീസ് തിങ്സ് ആർ ഇൻ മില്ലിമീറ്റർ. ദെൻ ഇപ്പം നമുക്ക് ഡെപ്തായി. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനിൽ AST അറിയില്ല, ഡെപ്ത് അറിയില്ല. ദെൻ ഈ ഡെപ്തിൻ്റെ എക്സ്പ്രഷനിൽ നമ്മൾ D വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 365 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും, ഇവിടെ ഓൺലി ASTs ആണ്. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്തൂടെ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ AST 1070 mm² എന്ന് വരും. ഇനി ഇപ്പം നമ്മളൊരു ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിച്ചു. ഇതിന് ചെക്ക് നോക്കണം, അതായത് AST മിനിമത്തിനേക്കാൾ കൂടുതലാണോ, മിനിമം ASTനേക്കാൾ കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. സോ AST മിനിമത്തിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. AST മിനിമം എന്ന് പറയുന്നത് 0.87 BD/FY ആണ്. സോ 0.85 BD/FY. സോ 0.85 ഇൻറ്റു B ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, 243 നമ്മൾ 245 എന്നെടുത്തു. ദെൻ D become 365, FY 415. സോ മിനിമം is 187.469. നമുക്ക് ഇവിടെ ഓൾറെഡി എത്രയുണ്ട്, 1070 ഉണ്ട്. സോ AST പ്രൊവൈഡഡ് ഇസ് ഗ്രേറ്റർ ദാൻ AST മിനിമം. സോ ആ ചെക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി.
ദെൻ ഇവിടെ നമുക്കൊരു AST കിട്ടി, അത് മിനിമത്തിനേക്കാൾ കൂടുതലാണെന്ന് കണ്ടുപിടിച്ചു, ഡെപ്ത് കിട്ടി, വിഡ്ത്ത് കിട്ടി. ഇനി AST എങ്ങനെയാണ് നമ്മൾ ഡിസൈനിൽ പറയുക? ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ബാർ വിത്ത് ഡയമീറ്റർ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഡയമീറ്റർ ഓഫ് ദി ബാറും കറസ്പോണ്ടിങ് ഏരിയയും, സാധാരണ നമ്മൾ ഡിസൈനിന് ഉപയോഗിക്കുന്ന ഡയമീറ്റേഴ്സ് 12, 16, 20, 22, 25 ആൻഡ് 32. ഇതിൻ്റെ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ഏരിയ അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്നും നമ്മുടെ ടോട്ടൽ ഏരിയ ആയിട്ടുള്ള 1070 അതോ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലോ, ഒരുപാട് കൂടുതലാകുമ്പോഴത്തേക്കിനും എക്കണോമിക്കലാവില്ല, സോ അതോ അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലാകുന്ന രീതിയിലുള്ള ബാറിൻ്റെ ഡയമീറ്റർ സെലക്ട് ചെയ്യാം. സോ ഇവിടെ നമ്മൾ 2 നമ്പേഴ്സ് ഓഫ് 25 mm ബാറും 1 നമ്പർ ഓഫ് 12 mm ബാറും യൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഏരിയ 1094 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1070. സോ ദിസ് ഇസ് ദ ഫൈനൽ. അപ്പോൾ നമ്മൾ വരച്ചിട്ട് കിട്ടിയിട്ടുള്ള ബീമിൻ്റെ വിഡ്ത്ത്, ഡെപ്ത്, കവർ ആൻഡ് റെയിൻഫോഴ്സ്മെൻറ്റ് ബാർ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസൈൻ അവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം കൂടെ നോക്കാം. സോ ഈ പ്രോബ്ലത്തിൽ a rectangular beam is 20 cm wide and 40 cm deep up to the center of the reinforcement. Find the reinforcement required if it has to resist a moment of 25 kN meter. So ഇവിടെ we have to design the area of steel, but width and depth is fixed. Width ഉം depth ഉം fixed ആണ്. Only area of steel is required. Moment തന്നിട്ടുണ്ട്. So first of all the given data, width, effective depth, moment of resistance. So അവിടെ ഒരു assumption വരുന്നുണ്ട്, അതിൻ്റെ കവർ നമ്മൾ assume ചെയ്യണം. Then ഈ കേസിൽ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇൻ ടേംസ് ഓഫ് ASTയുടെ മൊമെൻറ്റം ഇക്വേഷൻ എടുത്തു. ഇതിൽ FY അറിയാം, സ്മോൾ d അറിയാം, അതായത് ഇഫക്റ്റീവ് ഡെപ്ത് അറിയാം, ഓൺലി B അറിയാം, FCK അറിയാം. So only AST is the unknown. Okay, so AST is the only unknown, and then the moment 25 kilonewton meter is the moment. So factored moment equal to, multiply it with 1.5 and 10 raised to 6 to make it as the factored bending moment in Newton millimeter. Then solve the equation. So finally this side will be in form of AST. Okay, then ഈ ASTയുടെ വാല്യൂ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ASTക്ക് രണ്ട് വാല്യൂ കിട്ടും. ഒരെണ്ണം വലുതും, അതായത് രണ്ട് ASTയുടെ വാല്യൂ ഉണ്ട്, അതിൽ മിനിമം വാല്യൂ ആണ് ASTക്ക് എടുക്കേണ്ടത്. ASTയുടെ പവർ 2 ആയതുകൊണ്ട് തന്നെ ഇത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഏരിയ ഓഫ് സ്റ്റീലിൻ്റെ വാല്യൂസ് കിട്ടും. അതിൽ മിനിമം വാല്യൂ ആണ് എപ്പോഴും എടുക്കേണ്ടത്. സോ ഇവിടെ AST 280.35 mm² എന്ന് വരും. ഇവിടെയും AST മിനിമവും പ്രൊവൈഡഡ് ASTയും തമ്മിലൊരു ചെക്ക് എത്രയാണെന്ന് നോക്കാം. സോ AST മിനിമം 0.85 BD/FI വരുമ്പോഴത്തേക്കും 163.855 ആണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്ത AST ഈസ് ഗ്രേറ്റർ ദാൻ AST മിനിമം, സോ ദ സ്ട്രക്ചർ ബിക്കം സേഫ്. ദെൻ എങ്ങനെയാണ് ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി ഇൻ ടേംസ് ഓഫ് ബാർ, എത്ര ബാർ എത്ര ഡയമീറ്റർ ഉണ്ടത് എന്നുള്ളതും കൂടി നമ്മൾ ഫൈനലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ടേബിളിൽ ഓരോ ഡയമീറ്ററും അതിൻ്റെ ഏരിയയും ഉണ്ട്. അതിൽ നിന്നും ഈ 280 വരുന്ന രീതിയിൽ നമ്മൾ രണ്ട് ബാർ സെലക്ട് ചെയ്യണം. സോ രണ്ട് 12 mm ബാറും ഒരു 10 mm ബാറിൻ്റെയും കൂടി ഏരിയ ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും ഇറ്റ് ബിക്കം 304. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 280. 280നേക്കാൾ കൂടുതലാണ്, എന്നാൽ അധികം കൂടുതലുമല്ല, 304 എന്ന് വന്നു. ഓക്കെ, സോ ഈ ഒരു ബാർ നമുക്കതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 4 പ്രോബ്ലംസ് ആണ് നോക്കിയത്. ഡിസൈൻ പ്രോബ്ലംസും അനാലിസിസ് പ്രോബ്ലംസും. ഡിസൈൻ പ്രോബ്ലംസിൻ്റെ ഒരു അസംഷൻ, അതിൻ്റെ വിഡ്ത്ത് ബൈ ഡെപ്ത് റേഷ്യോ നോക്കുന്നുണ്ട്, ഡെപ്ത് ബൈ വിഡ്ത്ത് റേഷ്യോ നോക്കുന്നുണ്ട്, ആ ഒരു അസംഷൻ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിസൈൻ എപ്പോഴും നമ്മൾ ബാലൻസ്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യുക. അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അത് അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആണോ ഓവർ റെയിൻഫോഴ്സ്ഡ് ആണോ ബാലൻസ്ഡ് ആണോ എന്നത് കണ്ടുപിടിച്ചതിന് ശേഷം എന്നിട്ട് നമ്മൾ മൊമെൻറ്റം ഇക്വേഷൻ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, അനാലിസിസ് ചെയ്യാനായിട്ട്, മൊമെൻറ്റം കാൽക്കുലേഷൻ. ദെൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്
മൊമെൻറ്റം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻ്റ് ആക്കി മാറ്റണം, എന്നിട്ട് വേണം ചെയ്യാൻ. ഇത്രയാണ് അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സിൻസ് ദെൻ താങ്ക് യു.